ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഇതൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ 9 നമ്മളെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ജൂണിൽ. അതായത് നമ്മള് വീഡിയോസ് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടുന്ന് ഡെലിവറി. അപ്പൊ നേരെ കുത്തനെ ഇങ്ങനെ താന്നു കേട്ടോ. മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് നമ്മളിത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സക്സസ് ആവാനാവില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ഫീൽഡ് ഔട്ട് ആവും, ഇതായിരിക്കും കൈകാര്യം ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിന് കാരണം ഓഫ് കോഴ്സ് നിങ്ങൾ തന്നെയാണ് കേട്ടോ. കാരണം നിങ്ങളെ ഈ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു എന്താ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഒരു സംഭവം എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഞാൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വെൽക്കം ചെയ്യാണ് ഗൈസ്. ഞാൻ സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ തിരിയുന്നില്ല, വേറെ കാര്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ നമ്മൾ 4000 വാച്ചർ, അതായത് ഓൾറെഡി നമ്മൾ 1000 സബ് കയറി കഴിഞ്ഞു, എപ്പോഴോ കയറി കഴിഞ്ഞു കേട്ടോ. 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അതിൻ്റെ ഒക്കെ ഒരു നീണ്ട കഥയുണ്ട് ഗൈസ്, അത് ഞാൻ പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ 4000 വാച്ചവർ എന്ന് പറയുന്നത് ഏതൊരു യൂട്യൂബ് എടുക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന ആൾക്കാരുടെയും ഒരു വലിയ ഡ്രീം തന്നെയാണ് 4000 വാച്ചേഴ്സും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും കയറാന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു അത്ര പെട്ടെന്നൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഒരു അച്ചീവ്മെൻറ്റും അല്ല. നല്ല കഷ്ടപ്പാടുണ്ട്. അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥയൊക്കെ ഞാൻ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്ങനെയാ യൂട്യൂബിലേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെയാ യൂട്യൂബ് തുടങ്ങുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റീസൺസ് ഒക്കെ ഞാൻ ഇന്ന് പറയാം ഗൈസ്. ഇപ്പം നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് 4000 വാച്ചേഴ്സ് കംപ്ലീറ്റ് ആവാൻ പോവാണ് ഗൈസ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷം എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം എന്താണ് ഗൈസ്, അതൊക്കെയാണ്. അപ്പോൾ എനിക്കറിയില്ല ഞാൻ ഇത്ര പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചായില്ലേ തുടങ്ങിയിട്ട്. അപ്പോൾ എന്നാലും ഇത്ര പെട്ടെന്ന് എത്രയോ വർഷങ്ങൾ കൊണ്ട് യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് എന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഇതൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാൻ ആദ്യം ഇങ്ങനെ യൂട്യൂബ് തുടങ്ങാനുള്ള ഒരു റീസൺ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സെയ്യുനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു 2.5 മാസത്തിലാണ് ജിലിക്ക പോകുന്നത്, ഗൾഫിലോട്ട് പോകുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞ്, പിന്നെ ബേബിക്ക് പ്രോബ്ലം ആണ്, നമ്മൾ നമ്മളങ്ങനെ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ പിടിച്ചു നിന്നു. എന്നാലും ഭയങ്കര സങ്കടമായിരുന്നു. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്താ പറയുക, നമ്മളെ മെന്റലി ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. പിന്നെ ഛർദി ചലാക്കായി അത് വേറെ കിടക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ മെന്റൽ ഹെൽത്തിനെ നന്നായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ആണ് നമ്മുടെ ഹെൽത്തും കൺട്രോൾ ചെയ്ത് വെക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു നേച്ചർ ഞാൻ പറഞ്ഞുതരാം. എന്നെ പോലെ പല ആൾക്കാരും ഉണ്ടാവും. എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 100-ൽ 110 ചെയ്ത് ഞാൻ ചെയ്യും. അത് എൻ്റെ അത്രയും ഞാൻ കൊടുത്തിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ എന്താവും ഒന്നിലേക്ക് മാറുമ്പോൾ, അതായത് ഇപ്പം ഞാൻ മുന്നേ ഒരു കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലായിക്കോട്ടെ ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട് അതിലോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ബാക്കി ടെൻഷൻസ് ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് പറയുമ്പോൾ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമാക്കിയിട്ട് എനിക്ക് മൈൻഡിൽ ഞാൻ എടുക്കൂല. കാരണം ഈ ഒരു സാധനം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഓക്കെ അതൊക്കെ വിട്, ഇത് ചെയ്യാം എന്ന ഒരു മൈൻഡ് ആയിരിക്കും കേട്ടോ. അപ്പം അതേപോലെ തന്നെയായിരുന്നു സെയ്യൂന്. എനിക്ക് തോന്നുന്നു എത്ര ആയിട്ടുണ്ടാവും, ഏകദേശം ഒരു 5-6 മാസം ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്തായിരുന്നു ഞാൻ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ 9 നമ്മളെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ജൂൺ 9 കേട്ടോ. അത് ഞാൻ ഡേറ്റ് കറക്റ്റ് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പൊ ജൂൺ 9-നാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി ഫസ്റ്റ് ഞാനിങ്ങനെ റീൽസ്, അതായത് ഇൻസ്റ്റയിൽ ഞാൻ റീൽസ് ഒക്കെ ചെയ്യായിരുന്നു, ഇങ്ങനെ വെറുതെ ഫോട്ടോസും വീഡിയോസും. പിന്നെ ഞങ്ങൾ കാശ്മീർ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിൻ്റെയൊക്കെ വീഡിയോസ് വെറുതെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ യൂട്യൂബ് തുടങ്ങും. അപ്പൊ ജില്ലിക്കാനോട് ജില്ലിക്ക് പിന്നെ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആണ് കേട്ടോ. കാരണം അങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയില്ല. അപ്പം ജില്ലി പറഞ്ഞാ തുടങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് എന്തൊക്കെയോ ഓക്കെ എന്ന് പിന്നെ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാന്ന് വിചാരിച്ചു. എൻ്റെ ആ ഒരു ടൈമിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങി. പക്ഷെ ഇതിലോട്ട് അങ്ങോട്ട് വീണിട്ടില്ലായിരുന്നു. കാരണം ബേബി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്ര ഫോണ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് പോയിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോസിനൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്ര വ്യൂസ് ഒന്നും കിട്ടൂല കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഷോർട്സ് അതിന് ഇട്ടത്. അങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് എന്താ പറയാ, കുറച്ച് വ്യൂസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, റീച്ച് ആവുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ട് പിന്നെ എല്ലാ വ്ളോഗൊന്നും എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. വ്ളോഗ് ഇപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ വ്ളോഗ് ഓൺ വോയിസ് ആയിട്ട് എടുക്കാൻ ഭയങ്കര മടിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്താ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റാണ്. പക്ഷെ അല്ലാണ്ടൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെയാണ്. അപ്പം അങ്ങനെ കറണ്ട് പോയി ഗൈസ്. അപ്പൊ കറണ്ട് പോയതാണ് കേട്ടോ. അപ്പൊ ഇന്ന് നല്ല മഴ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കറണ്ട് വന്നും പോയി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ വന്നു. നമ്മൾ പറഞ്ഞെത്തിയെന്ന് പറഞ്ഞാല് ഓൺ വോയിസ് ആയിട്ട് വീഡിയോ എടുക്കുന്നത്, അതായത് വ്ളോഗ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. നമുക്ക് ഒരാളുടെ ഇപ്പൊ നമ്മൾ ക്യാമറ നോക്കി, ഇപ്പൊ ഞാനുള്ളത് എൻ്റെ റൂമില്ല, അപ്പൊ ക്യാമറ നോക്കി എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു മടിയില്ല. പക്ഷെ അങ്ങനെയല്ല, ജനങ്ങളെ മുമ്പിലെത്തും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നോക്കും. അപ്പൊ നമുക്ക് എന്തോ ഒരു ഇതാണ്, ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പക്ഷെ നമ്മളൊരു കംഫർട്ട് സോണിലുള്ള ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും മൈൻഡ് വെക്കില്ല. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ എന്തൊക്കെയാ ആദ്യം ഷോർട്സ് ഇട്ടു. ഷോർട്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ കയറാൻ തുടങ്ങി. പിന്നെ മേക്കപ്പ് ഹാക്കുകൾ ഇട്ട്, പിന്നെ റീൽസ് കുറേ റീൽസുകൾ ഞാൻ തന്നെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് ആയാലും അല്ലെങ്കിൽ ജില്ലിക്കാൻ്റെ കാശ്മീരത്തെ വീഡിയോസ് ആയാലും ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തിടുമായിരുന്നു. അങ്ങനെ റീച്ച് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. ഓക്കെ എന്നാൽ പിന്നെ വ്ളോഗുകൾ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. എൻ്റെ ഫേസ് ഒന്നും ഞാൻ കാണിക്കാണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ വ്ളോഗിൽ. അതെന്തോ എനിക്കൊന്നൊരു ഷവർമ്മ ഉണ്ടാക്കുന്ന വ്ളോഗാണെന്ന്. അതിലിത്ര സംസാരിക്കാനും എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ എങ്ങനെയായാലും ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് കണ്ടിട്ട് ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ നല്ല ചേഞ്ച് മനസ്സിലാവും. നമ്മൾ സംസാരിച്ച് അതങ്ങ് സെറ്റാവും. അതായത് ക്യാമറ നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ സംസാരിക്കാനാവണേ, ക്യാമറ നോക്കിയിട്ട് ഒരാളോട് സംസാരിക്കുന്ന ഓക്കെ, പക്ഷെ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചണേന്ന് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് ആ ഒരു പാഷൻ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തനിയെ വരും ഗൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ജേണിയാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റില് ഷോർട്സ് ഇട്ടു, പിന്നെ ലോങ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി, പിന്നെ അതിനൊക്കെ റീച്ച് കയറാൻ തുടങ്ങി. കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുമ്പോഴാണ് ഡെലിവറി നടന്നപ്പം എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ആയപ്പം ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ല. അങ്ങനെ നല്ലൊരു റീച്ചില്ല. അതായത് നമ്മള് വീഡിയോസ് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടുന്ന് ഡെലിവറി. അപ്പൊ നേരെ കുത്തനെ ഇങ്ങനെ താന്നു കേട്ടോ. അങ്ങനെ താന്നപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്താക്കിയത്, വീഡിയോസ് ഇട്ട് ഈ ചാനലിന് ഇത്രയും ഗ്രോയിൽ എത്തിച്ചത്. അപ്പൊ അത് അവിടെ നിന്ന് താഴോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ പിന്നെ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ജെലിക്കാണ്. ജെലിക്ക് എന്നോട് പറഞ്ഞു ഇനി വീഡിയോസ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല, അത് സെറ്റ് ആവും, റെഡി ആവും എന്ന് പറഞ്ഞ് എന്നെ ഓക്കെ ആക്കി എടുത്ത് പിന്നെ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പൊ വീണ്ടും ഫസ്റ്റിലൊക്കെ ചിലപ്പോൾ ഒരു എൻ്റെ എത്രയോ വീഡിയോസിനുണ്ട് 30 വ്യൂ ആയിട്ടും 120 വ്യൂ അങ്ങനെയൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കേറി വന്നു കേട്ടോ. കാരണം പഴയ വീഡിയോസിനും പിന്നെ റീച്ച് കയറാൻ തുടങ്ങി. പിന്നെ ഇപ്പം മാഷാഅല്ലാഹ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാച്ച് അവറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ വാച്ച് അവർ ഇപ്പം ഏകദേശം 4000-ന്റെ അടുത്ത് എത്താനായി. നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലല്ല കാര്യം, 4000 വാച്ച് അവറും 1000 സബും വരണം. മറ്റേത് ഹാഫ് ആവുമ്പോൾ 500 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 3000 വാച്ച് അവേഴ്സും മതി. പക്ഷെ
അത് ഹാഫ് മോണിറ്റൈസേഷൻ്റെ. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് തനിയെ വന്നോളും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, ഒരു പ്രോപ്പർ ടൈം അതിനായിട്ട് വെക്കുക. അതായത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടൈം വെക്കുക, പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, നല്ല നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പം എന്തായാലും റീച്ച് വരും, കാണാൻ ആൾക്കാരുണ്ടാവും. പിന്നെ നമുക്ക് ഓഡിയൻസിനെ കിട്ടിയാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല, പിന്നെ സെറ്റാണ്, പിന്നെ ഓര് നോക്കിക്കോളും ബാക്കി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇപ്പം ഞാൻ പുതിയ യൂട്യൂബിൽ വരുന്ന ആൾക്കാരോടായാലും ഞാൻ പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നും അല്ലാത്തോടത്ത് നിർത്തി പോയവരും ഉണ്ട്, ഇപ്പം കയറി വരുന്നവരുണ്ട്. ഓരോടായാലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ആൾക്കാർക്ക് യൂട്യൂബ് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്കായാലും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് എന്തായാലും മണി വരും, ഓക്കെ ആണ്, എന്തായാലും നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഇന്ന് വരെ ഞാൻ എൻ്റെ മനസ്സ് തട്ടിനെ പറയാണ്, ഞാൻ ഇന്ന് വരെ പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ ഒറ്റ വീഡിയോ വരാനായിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ജിലിക്ക് ഒന്നാമത് ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഒരു കുഞ്ഞനായി എന്ന് വിചാരിച്ചാലും മിസ്സിങ്ങും കാര്യങ്ങളൊന്നും എന്തായാലും പോണില്ല ഗൈസ്. അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, ആ ഒരു മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, എന്തിലെങ്കിലും ഞാൻ മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിയൊന്നും ചിന്തിക്കൂല. എനിക്ക് ഈ ഒരു ഫോക്കസിൽ കിട്ടുമ്പോൾ ബാക്കിയെല്ലാം ഞാൻ നെവറാക്കി വിടുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഫുള്ള് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ തുടങ്ങി. ഫോക്കസ്ഡ് ആയി നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ എവിടെ പോയാലും ഞാൻ എന്ത് ചെയ്താലും ഒക്കെ യൂട്യൂബിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഇടും. എനിക്ക് ഇന്ന കണ്ടന്റ് മാത്രം എന്നുള്ള ആ ഒരു സംഭവമില്ല. എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കലുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ അറിയിക്കലുണ്ട്. ഇപ്പം എന്തായാലും അൽഹംദുലില്ലാ നല്ല രീതിയിലാണ് പോണത്. അപ്പോൾ കൂടുതലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും. എനിക്ക് ഇഷ്ടമാണ് വീഡിയോ ഇടാൻ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് നമ്മളിത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സക്സസ് ആവാനാവില്ല. കാരണം നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെയൊക്കെ മൈൻഡിൽ ഞാൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങി ഒരു 5-6 മാസം കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആയി, ഒരു 4-5 മാസം കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആയി, പിന്നെ നമുക്ക് പൈസ വരുന്ന ആഹാ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റിൽ ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചത്, പെട്ടെന്ന് കിട്ടുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ പൈസ ഒന്നും വലിയ കാര്യമില്ല, അത് തനിയെ വന്നോളൂ. പൈസ, വ്യൂ, സബ്സ്ക്രൈബേഴ്സ് ഇത് തനിയെ വന്നോളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കുക. ഇത്രയും നമ്മൾ ചെയ്താൽ മതി, ബാക്കിയെല്ലാം തനിയെ വന്നോളും ഗൈസ്. അപ്പം എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറയുന്ന ഇതാണ്. അൽഹംദുലില്ലാ ഇപ്പം ഇത്ര നന്നായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ. പിന്നെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ. പിന്നെ നമ്മുടെ ജെയ്യു എവിടെ ഗായ്സ്? ജെയ്യു ഇവിടെ കിടന്ന് കളിക്കുകയാണ്. അവനെ കാണിച്ചോ? ജെയ്യു നമ്മൾ ഫുൾ നേക്കഡ് ആക്കിയിട്ടാണ് നടത്തുക. ഞങ്ങൾക്ക് പമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയാണ് നടക്കുക കേട്ടോ. ഏത് സമയത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് നടക്കുക. അല്ലേ ജിയോ? ഉമ്മിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി മോനിക്കറിയോ? ഇത്ര വാച്ചവറായി മോനിക്കറിയോ? ഒന്നും അറിയാനുള്ള പ്രായമായിക്കില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ഫീൽഡ് ഔട്ട് ആവും. ഇതായിരിക്കും കൈകാര്യം ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ. ബൈ കൊടുക്കുക ചെയ്യൂ.